എനിക്ക് ഇത്ര ആരാധകർ കൂടിയത്. വെറുതെ തീപ്പന്തലിൽ തൊട്ട് കളിക്കരുത്. തൊട്ട് കളിച്ചാലേ ലാലേട്ടൻ പറയും പോലെ നിന്റെ 6 അടി 1.5 ഇഞ്ചിൽ ഞാൻ സവാരി നടത്തും. തീപ്പന്തലിൽ എഴുന്ന രാജ് ബോസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? അതാ ആ മുടി നീട്ടി വളർത്തിയ ആളാ. അടുത്ത ലക്കത്തിൽ എന്റെ ഫീച്ചർ വന്നില്ല എങ്കിൽ അമ്മച്ചിയാണ് നീ നിന്റെ 65 വയസ്സുള്ള അമ്മമ്മേനെ പീഡിപ്പിച്ചെന്ന് ഞാൻ തീപ്പന്തലിൽ എഴുതും. നോക്കിക്കോ. അതെ, യെസ്, തീപ്പന്തലിൽ എഴുന്ന രാജ് ബോസ്. ആരാധകരെ കണ്ട. യെസ്, എനിക്ക് ജലദോഷമുള്ള ശരണമയ്യപ്പ. മകരവിളക്ക് കണ്ട്. ഹലോ, ഒന്നിവിടെ നിന്നേ. ഒരു വിവരം അറിയാനാ ഇപ്പൊ എന്നെ അടിച്ചതേ. ഞാൻ മണൽ മാഫിയെ കുറിച്ച് എഴുതിയതിനാണോ അതോ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ലീലാവിലാസത്തെ കുറിച്ച് എഴുതിയതിനാണോ? ഇത് രണ്ടിന്റെ അല്ല, പിന്നെ തട്ടുകടയുടെ മറവിലെ പ്രണയലീല അതിന്റെ. അപ്പൊ 2 തല്ല് ഇനിയും പെൻഡിങ്. ശരി, നിങ്ങൾ വിട്ടോ, ബാക്കിയാ നോക്കിക്കോളാം. എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? തട്ടുകടയിലെ പ്രണയലീല. ഓ ഗുഡ്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ശരി. പക്ഷെ ഈ കൊടുക്കലും വാങ്ങലും ഒക്കെ ഓഫീസിന് പുറത്ത് വെച്ച് മതി, അകത്ത് വെച്ച് വേണ്ട. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഈ അടിക്കാൻ വരണവന്മാർക്ക് ബോധം പൊക്കണം വേണ്ടേ? ഇല്ലെങ്കിൽ അവന്മാർ ആലോചിക്കണം എന്നെ വിളിച്ച സ്പോട്ടിൽ ചെന്ന് അടിയും മാച്ചോണ്ട് വരണ ഒരുത്തനാണ് ഞാൻ. വൃത്തിയായിട്ടവന്മാര്. ആളെയാ ഏയ് സാർ, കഴിഞ്ഞ ആഴ്ച ഞാൻ കൊടുത്ത ഫീച്ചർ ഇവന്മാര് ഈ ലക്കത്തിൽ ഇട്ടിട്ടില്ല. അതെന്താണോ ഇയാളുടെ ഫീച്ചർ ഇടാത്തത്? ഇതൊക്കെ എന്നോട് പറയണ്ടേ? ഇടേണ്ട സ്ഥലത്ത് അപ്പൊ തന്നെ ഞാൻ ഇടില്ലേ? സന്തോഷായി. കൃത്യ സ്ഥലത്ത് തന്നെ ഇട്ടിട്ടുണ്ടേ.